ഹായ് ഓൾ, അടിപൊളി കട്ട്ലേറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. മസാലയൊന്നും വഴറ്റാതെ വളരെ എളുപ്പത്തിൽ കട്ട്ലേറ്റ് നമുക്ക് എങ്ങനെ ചെയ്തെടുക്കാൻ നോക്കിയാലോ. 3 ഉരുളക്കിഴങ്ങ് ഇതുപോലെ ഉപ്പിട്ട് വേവിച്ച് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് ഉടച്ചെടുക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. മസാല വഴറ്റാതെ നമുക്ക് എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. ഞാനെല്ലാം പച്ചയായിട്ട് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. ഉരുളക്കിഴങ്ങ് മാത്രം ഇതുപോലെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ഉള്ളി ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 3 പച്ചമുളക് ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് ചേർക്കാം. ഇഞ്ചി വെളുത്തുള്ളി ഇതുപോലെ കുറച്ച് ചതച്ചിട്ട് ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി തന്നെയാണ്, നന്നായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച ചിക്കന് ഇതുപോലെ ചെറുതായി കൈകൊണ്ട് ഇതാക്കിയിട്ടാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ആവശ്യത്തിന് മല്ലിയില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിയില ഇട്ടാൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും, ചവർപ്പൊന്നും ഉണ്ടാവില്ല. ഇതുപോലെ തന്നെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇനി പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. ഉരുളക്കിഴങ്ങിൽ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്, അതനുസരിച്ചിട്ട് നോക്കിയിട്ട് ചെയ്യാം. ഇതിലേക്ക് നമ്മൾ ഗരം മസാല പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/4 ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി ഓവറായിട്ട് ചേർക്കേണ്ട ആവശ്യമില്ല, പിന്നെ അത് നമുക്ക് ടേസ്റ്റ് വ്യത്യാസം വരും. 1 ടീസ്പൂണ് കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം. വയറ്റി ഉണ്ടാക്കുന്ന കട്ട്ലേറ്റിനെക്കാട്ടിയും കൂടുതൽ ടേസ്റ്റ് എനിക്ക് ഈ കട്ട്ലേറ്റാണ് തോന്നിയത്. നല്ല ടേസ്റ്റിയാണ്. അതുമല്ല പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കണമെന്ന് വിചാരിച്ചാൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. എണ്ണയും കുറച്ച് ഉപയോഗിച്ചിട്ടാണ് ഞാനിത് ഫ്രൈ ചെയ്ത് എടുക്കുന്നത്. നമ്മുടെ ഈ മിക്സ് കുറച്ച് ലൂസാണെന്നുണ്ടെങ്കിൽ ബ്രെഡ് ക്രംസ് കുറച്ച് അധികം തന്നെ ഇട്ട് കൊടുക്കാം. ഇവിടെ ഞാൻ 2 ബ്രെഡിൻ്റെ ക്രംസാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നമുക്ക് നല്ലൊരു ഇതിൽ തന്നെ കുഴച്ചെടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇതുപോലെ റൗണ്ട് ഷേപ്പ് ആക്കിയിട്ട് കട്ട്ലേറ്റിൻ്റെ ഷേപ്പിലേക്ക് നമുക്ക് ചെയ്തെടുക്കാം. കുറച്ച് തിക്നെസ് കൂടിയാലും പ്രശ്നമൊന്നുമില്ല. ഈ ഒരു രീതിക്ക് ചെയ്തെടുക്കുന്നുണ്ട്. കയ്യിൽ കുറച്ച് എണ്ണ തടവിയതിന് ശേഷം ഇതുപോലെ ചെയ്താൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. നിങ്ങൾ ഇതുവരെ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ ട്രൈ ചെയ്ത് നോക്കിയോളൂ. നല്ല അടിപൊളിയായിട്ടുള്ള റെസിപ്പിയാണ്. നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യുക. ഇതിപ്പോൾ നല്ല രീതിക്ക് തന്നെ കിട്ടുന്നുണ്ട്. ഇതുപോലെ എല്ലാം ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ കുറച്ച് ബ്രെഡ് ക്രംസ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. ബ്രെഡ് ക്രംസിന് പകരം നിങ്ങൾക്ക് റസ്ക് പൊടി വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇനി ഞാൻ മുട്ടയുടെ വെള്ള മാത്രം സെപ്പറേറ്റ് ചെയ്തിട്ട് അതിൽ കുരുമുളക് പൊടിയും ഉപ്പും ഇട്ടിട്ട് മിക്സിയിലൊന്ന് അടിച്ചെടുത്തതാണ് ഇത്. മുട്ടയില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ മൈദയുടെ ഇത് കലക്കിയിട്ട് ചെയ്താലും മതി. കുറച്ച് മൈദയും വെള്ളം ഒഴിച്ചിട്ട് കലക്കി ചെയ്താലും മതി. ഇതുപോലെ ഇങ്ങനെ ബ്രെഡ് ക്രംസ് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കാണാൻ തന്നെ നല്ല അടിപൊളിയായിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇതിപ്പോൾ നമ്മൾ വലത്തെ കൈ കൊണ്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇടത്തെ കൈ കൊണ്ട് ഇതുപോലെ ചെയ്തെടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ എല്ലാം കൂടി കട്ട പിടിച്ച് ആകെ മോശമായി പോവും. മുട്ടയാകുമ്പോൾ നമുക്ക് വേറൊരു ടേസ്റ്റാണ് കിട്ടുക. മൈദപ്പൊടിയിൽ ഡിപ്പ് ചെയ്തിട്ട് എടുത്താലും മതി. മുട്ടയുടെ വെള്ളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. മഞ്ഞ മാറ്റിയതിന് ശേഷം വെള്ളയാണ് അടിച്ചെടുത്തിട്ടുള്ളത്. ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ ആക്കി തന്നെ എടുക്കണം, എന്നാലേ നമുക്ക് ആ കട്ട്ലേറ്റിൻ്റെ ഷേപ്പ് കിട്ടുകയുള്ളൂ. ഇതെല്ലാം ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട്. ഞാനിവിടെ ഫ്രൈ ചെയ്യാനുള്ള ഓയിൽ ചൂടാക്കി എടുത്തിട്ടുണ്ട്. നന്നായിട്ട് ചൂടാകേണ്ട ആവശ്യമില്ല, എൻ്റെത് കുറച്ച് ചൂട് അധികമായി പോയിട്ടുണ്ട്. അപ്പോൾ ഒരു മീഡിയം ചൂടാകുമ്പോൾ തന്നെ നമുക്ക് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ കുറച്ച് ഓയിലാണ് എടുത്തിട്ടുള്ളത്, ഓവറായിട്ട് എടുക്കുന്നില്ല, ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുന്നില്ല. ഞാനിതുപോലെ ഷാലോ ഫ്രൈ പോലെയാണ് ചെയ്തെടുക്കുന്നത്. എങ്കിലും നല്ല ടേസ്റ്റ് തന്നെയാണ്. നമ്മുടെ ബ്രെഡ് ക്രംസ് കരിഞ്ഞു പോകാതെ നോക്കണം. ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. സ്പൂൺ കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മറിച്ചിടാൻ ശ്രമിക്കേണ്ട. കുറച്ച് സമയം വെച്ചതിന് ശേഷം നമുക്ക് മറിച്ചിട്ട് കൊടുത്താൽ മതി.
നമ്മുടെ കട്ട്ലേറ്റ് പൊട്ടിപ്പോകാതെ നോക്കി നോക്കി നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. മെല്ലെ മെല്ലെ തിരിച്ചിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇത് ഏകദേശം അപ്പുറത്തെ സൈഡ് ആയിട്ടുണ്ട്. അങ്ങനെ ഇപ്പുറത്തെ സൈഡ് കൂടി ആവാൻ വേണ്ടി വെക്കാം. നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കട്ട്ലേറ്റ് ആണ്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും. എണ്ണയും കുറച്ച് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളൂ. എനിക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലും മറക്കാതെ ലൈക്ക് ചെയ്യുക.